വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസവും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിന് പോകാൻ തയ്യാറാകുമ്പോൾ, ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. മോർണിംഗ് ഗ്ലോറി അതുപോലെയാണ്. നമ്മുടെ രാവിലത്തെ കർത്താവിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണമാണ് മോർണിംഗ് ഗ്ലോറി. ഇസ്രായേൽ മക്കൾ ഓരോ ദിവസവും രാവിലെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ മുമ്പിൽ കർത്താവ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കായിരുന്നു. ആമേൻ. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നത്തെ ദിവസം, ചിലവരെ രാവിലെയാണ് കാണുന്നത്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ കർത്താവ് നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഫീസ്റ്റിലേക്കാണ് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോകുന്നത്. ആമേൻ. സോ അതിനുവേണ്ടി തയ്യാറാകുക. വിശപ്പൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇഫ് എ പേഴ്സൺ ഇസ് ഹംഗ്രി, ദാറ്റ് ഇസ് എ സൈൻ ഓഫ് ഗുഡ് ഹെൽത്ത്. നല്ല വിശപ്പുണ്ടെങ്കിൽ അത് നല്ല ഒരു ഹെൽത്തി പേഴ്സൻ്റെ ഒരു സൈനാണ്. അതുപോലെ ഇന്ന് പല വ്യക്തികളും ആത്മീയമായ ചില കാര്യങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്, റിസീവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ആമേൻ പറഞ്ഞാലും ആമേൻ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് സുജ തോമസ് ഫ്രം പത്തനംതിട്ട. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇന്ന് മകൾ ജിഷയുടെയും ഷിജുവിൻ്റെയും വിവാഹമാണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ഫോർ ദാറ്റ് ഫാമിലി. കർത്താവ് പുതിയൊരു കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജിഷയെയും ഷിജുവെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ ദിനമാണല്ലോ കർത്താവെ. ഇന്ന് സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവജനം ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ വിവാഹം നടക്കുവാനും കർത്താവെ, ദാമ്പത്തിക ജീവിതം മുൻപിലോട്ട് പോകുന്ന എല്ലാം നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു സെക്കൻഡ് സ്പോൺസർ ഉണ്ട്. വി ഹാവ് വിനീത്, സുമൻ ആൻഡ് ജോആൻ ഫ്രം ദുബായ്. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് വിനീത്തിൻ്റെയും സുമൻ്റെയും 24th വിവാഹ വാർഷികമാണ്. Amen. May God bless you. May God give you even more years. Congratulations on 24 years. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ മാരിഡ് ലൈഫിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബ്രദറിനെ സിസ്റ്ററെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോവാന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Father, let your blessing be upon her, Lord Jesus. അപ്പോൾ തന്നെ കർത്താവ്, ഭവനത്തിലുള്ള എല്ലാവരും ആരോഗ്യവും രോഗസൗഖ്യവും പ്രാപിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട്ണറിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾക്കും ഇതിൽ കാണുന്ന പല വ്യക്തികളും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ക്യാൻ കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഒരുമിച്ച് ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 2 അതിശക്തമായ കോൺഫറൻസസ് നടക്കുന്നു. ഒക്ടോബറിൽ എല്ലാ യൂത്ത്സിനും വേണ്ടിയും, ടീൻസ് ആൻഡ് യൂത്ത്സിനു വേണ്ടി 13 മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് യൂത്ത് റിവൈവൽ എന്ന പേരിൽ ഒരു യൂത്ത് ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. ഒക്ടോബർ 11 മുതൽ 13 വരെയുള്ള തീയതികളിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നവംബർ 8, 9 തീയതികളിൽ നമുക്ക് ഒരു അതിശക്തമായ വിമൻസ് കോൺഫറൻസ് ഗ്ലോ എന്ന പേരിൽ നടക്കുന്നു. അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മളോട് ബ്രദർ ഡാമിൻ സംസാരിക്കാൻ പോകുന്നത് ദ വിഷൻ ഓഫ് ദ ചർച്ച്, സഭയുടെ ദർശനം. നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർഗം തുറന്നാൽ ദർശനങ്ങൾ നമുക്കുണ്ടാകും എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ ബിലീവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലർക്കും ആ വിഷൻ കുറച്ചുകൂടി ക്ലിയർ ആകുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ചില ദൈവിക സ്വപ്നങ്ങളോ ദർശനങ്ങളോ ഒക്കെ കർത്താവ് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അത് പ്രതീക്ഷിക്കാം. കർത്താവ് എല്ലാവർക്കും ക്ലാരിറ്റിയുള്ള വിഷൻ തരട്ടെ. വിഷനില്ലേ ജീവനില്ല, ജീവിതമില്ല. വിഷനില്ലേ ഡയറക്ഷനില്ല. വിഷനില്ലേ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. സദൃശവാക്യത്തിലെ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് തന്നു. ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു പോകും. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, വെളിപ്പാടില്ലെങ്കിൽ. ഇതെല്ലാം തന്നു. ആദ്യമായി നമുക്കുണ്ടാകേണ്ട ദൈവത്തെക്കുറിച്ചുള്ള ദർശനമാണ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവം ആരെന്നറിയാതെ ഒത്തിരി പേര് ഇരുളിൽ തപ്പിത്തടയ്ക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ദൈവം ആരാണെന്ന്
എനിക്കറിയില്ല. എന്തൊക്കെയോ സങ്കല്പങ്ങൾ, ആരൊക്കെയോ പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ അകത്തൊരു ബിലീഫ് സിസ്റ്റമായി കടന്നുകൂടി പലപ്പോഴും ഒരു ഭീകരനായ, ചെറിയ കുറ്റത്തിന് പോലും ശിക്ഷിക്കുന്ന, നമ്മെ നശിപ്പിക്കുന്ന, നരകത്തിൽ കൊണ്ടുപോയി തന്തൂരി പോലെ ചുട്ടെടുക്കുന്ന ഒരു ദൈവം എന്ന ഒരു ഭീകര ചിത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തെ വചനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ പല രീതികളിൽ അറിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അകത്തുള്ള വിഷൻ ഓഫ് ഗോഡ്, ദൈവദർശനം അങ്ങ് ക്ലിയറർ ആകാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായെന്നല്ല, ദൈവകൃപയാൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവ് ഈ ഭൂമിയിൽ എത്രത്തോളം ഞാൻ അതിലെത്തണമോ അതിലേക്ക് കർത്താവ് എന്നെ എത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ് ഈസ് വിഷൻ ഓഫ് ഗോഡ്. പിന്നെ നമ്മൾ കണ്ടത് വിഷൻ ഓഫ് ഹെൽ ആൻഡ് ഹെവൻ. നരകം എന്താണ് വ്യക്തമായി അറിയണം. ഒത്തിരി പേരങ്ങ് സൗകര്യപൂർവ്വം വിശ്വസിക്കുക നരകം എന്ന ഒന്നില്ല. ദൈവസ്നേഹവാനായതുകൊണ്ട് നമ്മൾ ആരെയും നരകത്തിലിട്ട് നിത്യമായി പഴംപൊരി പോലെ പൊരിക്കില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചേക്കുവാണ്. എന്നാൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് സ്വർഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നരകത്തെക്കുറിച്ച് യേശു കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലുള്ള ബൈബിൾ എടുത്ത് നോക്കിയാൽ നരകത്തിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നല്ല ലെസൺസ് കൊടുത്തിട്ടുണ്ട്. അത് കരസ്ഥമാക്കി ദയവായി നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൂമിലെങ്കിലുമുള്ള ക്ലാസ്സുകളിൽ ലോകത്തിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി ശ്രമിക്കുക. ദെൻ അടുത്തൊരു ദർശനം നമുക്ക് ആവശ്യമുള്ളത് വിഷൻ ഓഫ് ഇറ്റേണിറ്റി. എന്താണ് നിത്യത? നരകം, സ്വർഗമുണ്ട്, രണ്ട് ലെസണായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നൗ ഇറ്റേണിറ്റി, നിത്യത എന്താണ്? അതിനെക്കുറിച്ചുള്ള ചില പിക്ചർ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് തീർന്നില്ല. വിഷൻ ഓഫ് ദ സാൽവേഷൻ പ്ലാൻ, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്താണ്? അതറിയണം. രക്ഷ സൗജന്യമാണ്, അറിയണം. രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ അറിയണം. അതിനെക്കുറിച്ചല്ല, സാൽവേഷനെ കുറിച്ച് ഭയങ്കരമായൊരു ടീച്ചിങ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി അടുത്ത ഒന്ന് നമുക്ക് ആവശ്യമുള്ളത് വിഷൻ ഓഫ് ദ ചർച്ച്, സഭ എന്താണെന്നറിയാം. ഒത്തിരി പേര് തെറ്റിപ്പോകുന്ന ഒരു ഏരിയയാണത്. ഏതാണ് ക്രിസ്തീയ സഭ? നിങ്ങളത് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, ക്രിസ്ത്യൻ ചർച്ചസ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ടൺ കണക്കിന് ഇൻഫർമേഷൻ ലഭിക്കും. ഓ മൈ ഗോഡ്, ഈ കഴിഞ്ഞ സെഞ്ചുറീസ് ഉടനീളം ഒത്തിരി സഭകൾ ഉളവായി വരികയും ചില സഭകൾ നിന്നുപോവുകയും, എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സഭകൾ, കഴിഞ്ഞ നാളുകളിൽ ആരംഭിച്ച സഭകൾ, ഇന്നലകളിൽ ആരംഭിച്ച സഭകൾ, ഇങ്ങനെ ഒത്തിരി കാണാം. ഇനി നിങ്ങളൊന്ന് യാത്ര തുടങ്ങിയാണ്, എല്ലാ സഭകളിലും ഒന്ന് കയറിയിറങ്ങുക. എല്ലാ ഞായറാഴ്ച ഓരോ സഭയിലൊന്ന് കയറിയിറങ്ങുക. ഒന്ന് തീരുമാനിച്ചിറങ്ങുകയാണെന്നിരിക്കട്ടെ. കാത്തലിക് ചർച്ച് മുതൽ ഇങ്ങോട്ട് മോസ്റ്റ് മോഡേൺ ചർച്ചസ് വരെ ഉള്ള എല്ലാ സഭകളിലും കയറിയിറങ്ങുന്നു. ആൻഡ് യു വിൽ ബി റിയലി കൺഫ്യൂസ്ഡ്. ഏതാ സഭ? ഭയങ്കരമൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഓരോ സഭകളിലെയും വിശ്വാസ രീതികൾ, ആചാര രീതികളൊക്കെ വ്യത്യസ്തമാണ്. കാതലായ ചില കാര്യങ്ങളിൽ പലതും യോജിക്കുമെങ്കിലും ഒത്തിരി കാര്യങ്ങൾ സഭകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അപ്പോൾ തന്നെ ചിലർ എന്താണ് സഭ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകാത്തവർ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി. കഴിഞ്ഞ ചില വർഷങ്ങളിൽ എനിക്കറിയാവുന്ന പല ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ഒത്തിരി അവരങ്ങ് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. വളരെ നല്ല രീതിയിൽ കർത്താവിന് വേണ്ടി കത്തി എരിഞ്ഞുകൊണ്ടിരുന്നവർ പോലും ചില ഫേസ്ബുക്ക് ലൈവും അതുപോലെ യൂട്യൂബ് വീഡിയോയും പലരുടെയും പ്രസംഗങ്ങളും ഡിബേറ്റുകളും തർക്കങ്ങളും ഒക്കെ കണ്ടിട്ട് അവർ പതുക്കെ ആരാധനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവരായിരുന്നൊരു സ്പിരിച്വൽ സ്റ്റേറ്റസിൽ നിന്നും വീണുപോയി. ഇതിന് കാരണം ദൈവ സഭയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ദർശനം ഇല്ലാത്തതുകൊണ്ടാണ്.
അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ പറയും സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവകൃപയാൽ ഞാൻ ഓരോ പ്രാവശ്യം ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു. മനുഷ്യൻ്റെ അഭിപ്രായങ്ങളെക്കാൾ, ഏതെങ്കിലുമൊക്കെ ആളുകൾ ഫേസ്ബുക്കിലിരുന്ന് ഡിബേറ്റ് നടത്തുന്ന വീഡിയോകളെക്കാൾ ഞാൻ വിശ്വസിച്ചത് ദൈവവചനത്തെയാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ വീണു പോകാൻ നിൽക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ എളിയ ഉപദേശം എല്ലാവരോടും ഇത് തന്നെയാണ്. എവിടെ കൺഫ്യൂഷൻ വന്നാലും തിരിച്ചു വരിക, വചനത്തിൻ്റെ ലെൻസ് എടുത്ത് വയ്ക്കുക, ദ ലെൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അതിലൂടെ മാത്രം കാണുക. ഏതെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞെന്നോ, ഏതെങ്കിലും ഒരു ഉപദേശി പറഞ്ഞെന്നോ, ഒരു പട്ടക്കാരൻ പറഞ്ഞെന്നോ. ബെരോവയിലുള്ള ആളുകളുടെ പ്രത്യേകത പൗലോസ് പറയുന്നത് എന്തെന്ന് അവർ ദിവസം പ്രതി ചെക്ക് ചെയ്തു. ഇത് കറക്റ്റാണോ ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത്, ഈ പ്രീച്ചർ പറയുന്നത് ശരിയാണോ? സോ ആര് പ്രസംഗിച്ചാലും വചനം എടുത്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെരിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു വെറാസിറ്റിക്ക് വേണ്ടി, ഓത്തൻറ്റിസിറ്റിക്ക് വേണ്ടി. എഫെസ്യ ലേഖനം 5:32 അവിടെ പറയാണ്, ദിസ് ഈസ് എ പ്രൊഫൗണ്ട് മിസ്റ്ററി ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. പൗലോസ് പറയാം, ഇതൊരു നിഗൂഢ രഹസ്യമാണ്. ഈ മർമ്മം വലിയത്, ഭയങ്കരമായൊരു മർമ്മം, ഭയങ്കരമായൊരു നിഗൂഢ രഹസ്യം. വാട്ട് ഈസ് ദാറ്റ്? ഐ എം ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. അതിന് മുൻപോട്ട് എനിക്ക് തോന്നുന്നു ഒരു 22 മുതലാണ് തോന്നുന്നു ഇങ്ങോട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ചില ഉപദേശങ്ങൾ പൗലോസ് എഴുതുകയാണ്. ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം, സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നും, ക്രിസ്തു ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ നൽകിയതുപോലെ ജീവൻ നൽകുന്നൊരു സ്നേഹം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഉണ്ടായിരിക്കണമെന്നും ഒക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പെട്ടെന്നൊരു ട്വിസ്റ്റ്. ദിസ് ഈസ് എ പ്രൊഫൗണ്ട് മിസ്റ്ററി. പെട്ടെന്നാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം പെട്ടെന്നൊരു ഷിഫ്റ്റ് എടുത്തിട്ട് പറയുകയാണ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ. വാവ്. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് ദ ചർച്ച് ഈസ് ദ വൈഫ് ഓഫ് ക്രൈസ്റ്റ് ഓർ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ കാന്തയാണ് സഭ. ഞാനിതെന്തിനാ പറയുന്നത് ചോദിച്ചാൽ, സഭ എന്താണ്, സഭ എന്ന് പറയുന്നതിൽ എന്താണെന്നുള്ള വ്യക്തമായ ഒരു രൂപരേഖ ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമാതൃകയായി ചില സഭകളുടെ അമാതൃകയായുള്ള പ്രവർത്തന രീതികൾ നിമിത്തം, അതൊക്കെയാണ് പത്രങ്ങളിൽ വായിക്കുന്നത്, മീഡിയയിൽ കാണുന്നത്. ഇതാണോ ക്രിസ്തുവിൻ്റെ സ്നേഹം, ഇങ്ങനെയാണോ ദൈവജനം, ഇങ്ങനെയാണോ ദൈവദാസന്മാർ എന്ന് ചിന്തിക്കും. അവിടെ ഞാൻ ഒരു കാര്യം മാത്രം ഒന്നെടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ ഞാനത് കൂടെ എടുത്ത് കാണിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കാണാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരെ തന്നെ പണിയാനുള്ള ഒരു പ്രചോദനമായിട്ട് കാണണേ. നിങ്ങളെ പുസ്തകം മേടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളും. പക്ഷേ ഐ റിയലി വാണ്ട് ടു ഹെൽപ്പ് യു ഇൻ ദിസ്. ഇതിൽ സഭ 125 പേജിൽ സഭ എന്ന് പറഞ്ഞു, സഭയെക്കുറിച്ചുള്ള ഒരു പാഠമുണ്ട്. അതിൽ സഭ എന്തല്ലെന്ന് ആദ്യം പറയുന്നുണ്ട്.
ഏതൊക്കെയാണ്? മാനുഷിക ആശയമല്ല, ഭൗതിക കെട്ടിടങ്ങളല്ല, സഭ, പള്ളി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ബിൽഡിംഗാണ്. അതല്ല. ഒരു മതവ്യവസ്ഥയല്ല, രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ഒരു സംഘടനയല്ല, ഒരു ഓർഗനൈസേഷൻ അല്ല സഭ. അങ്ങനെയുള്ള രജിസ്ട്രേഷൻ കാണുമായിരിക്കും, പക്ഷെ സഭ, ക്രിസ്തുവിൻ്റെ സഭ അതല്ല. എന്നാൽ ചില അനാലജീസ് ദൈവവചനത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സഭ എന്ന് വ്യക്തമാക്കാൻ. അതിൽ യേശുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരായ വിശുദ്ധന്മാരുടെ കൂട്ടാണ്. ഇറ്റ്സ് എ ഫെലോഷിപ്പ്. എൻ്റെ വചനം കൊടുത്തിട്ട് ഞാൻ വായിക്കുന്നില്ല. അടുത്തത്, മായമില്ലാത്ത ആത്മീയ പാലിനാൽ പരിപോഷിപ്പിക്കപ്പെടുന്നൊരു നഴ്സറിയാണ്. ശിശുക്കളെ പരിപാലിക്കുന്ന ഒരു നഴ്സറി ആയിട്ട് ഉപമിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തീറ്റയും വെള്ളവും പരിചരണവും ലഭിക്കുന്ന ആട്ടിൻ തൊഴുത്താണ്. ഇറ്റ്സ് എ ഫോൾഡ്, ഷീപ്പ് ഫോൾഡ്, ഷീപ്പ് പെൻ. അടുത്തത്, വർദ്ധനവിൻ്റെ ദൈവത്താൽ നിങ്ങൾ വളരുന്നൊരു വയലാണ്. ഒരു വയലാണ് സഭ എന്ന് 1 കൊരിന്ത്യർ 3:6-9 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. തീരുന്നില്ല. പിതാവ് തോട്ടക്കാരനും യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും നാം ദൈവമക്കളുമായ മുന്തിരിത്തോട്ടമാണ്. ഇറ്റ്സ് എ വിനിയഡ്, സഭ എന്ന് പറഞ്ഞാൽ. അടുത്ത്, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായ ദൈവത്തിൻ്റെ ഭവനമാണ്. ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദൈവഭവനം എന്ന് പറഞ്ഞേ, അതാണ് സഭ. യേശു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളും മറ്റുള്ളവർ ജീവനുള്ള കല്ലുകളുമായ ഒരു കെട്ടിടമാണ്. ചർച്ച് ഇസ് എ ബിൽഡിംഗ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ക്രിസ്തു തലയും വിശ്വാസികൾ ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങളുമായ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തു ശിരസാണ്, സഭ ശരീരമാണ്. അങ്ങനെയാണ് മൊത്തമായി. ദീസ് ആർ അനാലജീസ്. അടുത്തത്, ദൈവകുഞ്ഞാടിൻ്റെ വിവാഹത്തിനായി ഒരുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മണവാട്ടി. നേരത്തെ വായിച്ച വാക്യം. അടുത്തത്, ശത്രുക്കളോട് പൊരുതാൻ യേശുവിൻ്റെ നായകത്വത്തിന് കീഴിലുള്ള പടയാളികൾ പരിശീലിപ്പിക്കപ്പെടുകയും സജ്ജരാക്കപ്പെടുകയും ചെയ്യുന്ന സൈന്യമാണ്. ചർച്ച് ഇസ് ആൻ ആർമി. പിന്നെ സഭയുടെ 2 വശങ്ങൾ. സഭ ദൈവത്തിൻ്റെ നയതന്ത്ര കാര്യാലയമാണ്. എക്ലീസിയ എന്നാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സഭ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുറേ ആളുകളും ഒരു ഉപദേശിയൊക്കെ കൂടെ ഇങ്ങനെ കൊട്ടിപ്പാടി കിലുക്കട്ടൊക്കെ കിലുക്കി ഒരു സ്വത്രക്കാഴ്ച എടുത്ത് കർത്തൃമേശ നടത്തി, വല്ലപ്പോഴും ഒരു സ്നാനവും നടത്തി, ഒരു ഉപവാസ പ്രാർത്ഥനയും, ഒരു ലേഡീസ് മീറ്റിങ്ങും, ഒരു ബൈബിൾ ക്ലാസ്സും, പിന്നെ ഒരു സൺഡേ സ്കൂളും, ഇങ്ങനെ കുറച്ച് ട്രാക്റ്റ് വിതരണമൊക്കെ ആയിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അവശരായി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടം. ഈ പിക്ചർ വലിച്ചു കീറി കളയണം. ചർച്ച് ഈസ് ആൻ എംബസി. സഭ ക്രിസ്തു ശിരസായിരിക്കുമ്പോൾ അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബോഡിയാണ്. ഉദാഹരണത്തിന് എൻ്റെ തലച്ചോറ് നിങ്ങൾക്ക് കണ്ടുകൂടാ, എനിക്കും കണ്ടുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതാണ് CPU. ഇവിടെയാണ് പ്രോസസ്സിങ്, സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റാണ്. ഇതിനകത്തെടുക്കുന്ന ഡിസിഷൻസ് നാഡികളിലൂടെ അതിൻ്റെ കമാൻഡ് പോകുമ്പോൾ, ഇപ്പം ഞാനിങ്ങനെ ഞൊടിച്ചു, ഇവിടെ നിന്നാണ് അതിൻ്റെ ആരംഭം. ഡിസിഷൻ എടുത്തത് വലത്തെ കൈ ഞൊടിക്കുക, ഇടത്തെ കൈ ഞൊടിക്കുക. അപ്പോൾ ഇതിൻ്റെ ആജ്ഞ വന്നിട്ട് ഉടൻ തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ നടത്തിയതിൻ്റെ ബോഡിയാണ്. ഇതുപോലെ സ്വർഗത്തിൽ കർത്താവ് എടുക്കുന്ന തീരുമാനങ്ങൾ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ എംബസിയാണ്, കോൺസുലേറ്റാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് പാർലമെൻറ്റ്. ഭയങ്കരമായൊരു സംഭവമാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ സഭയ്ക്ക് ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ട്, സഭയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ടും, അത് പല സഭകളും ഒരു ബ്ലെസ്മി ക്ലബ്ബുകളായി, സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത ആചാരങ്ങളും അനാചാരങ്ങളും പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും ദൈവജനത്തിന് വിരുദ്ധമായ പാപപ്രവർത്തികളെല്ലാം കൂടെ കയറി, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്, ഹൃദയത്തിൻ്റെ വാതിൽക്കൽ അല്ല, സഭയുടെ വെളിയിൽ കർത്താവ് പെട്ടുപോയി. സഭയ്ക്കകത്ത് കർത്താവിന് പ്രവേശനമില്ല. അതുകൊണ്ട് സഭയുടെ വാതിൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്ന, ആരെങ്കിലും സഭയ്ക്കകത്തുള്ള ആരെങ്കിലും ഈ മുട്ടുകേട്ട് ഒന്ന് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. സോ ജീസസ് ഈസ് ലോങ്ങിങ് ഫോർ ഫെലോഷിപ്പ് വിത്ത് ദ ചർച്ച് ഫോക്സ്. സഭയ്ക്കകത്തുള്ള ആളുകളുമായി കൂട്ടായ്മ വേണം.
കർത്താവിന്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മ വേണം. എന്നതിനപ്പുറത്ത് ദൈവം നമ്മളോടൊരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിലനിൽപ്പിന് അതൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ബിക്കോസ് our God is love. He wants to have fellowship with us. അപ്പോൾ അതിനു വേണ്ടിയാണ് കർത്താവ് ഈ സഭയെ ഭൂമിയിൽ വച്ചിരിക്കുന്നത്. ഇങ്ങനെ സഭയെക്കുറിച്ചുള്ളൊരു ദർശനം നമ്മുടെ അകത്തുണ്ടാകണം. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ വ്യക്തമായി സഭ എന്താണ് എന്ന് നോക്കിക്കാണാൻ കർത്താവ് നമ്മെ സഹായിക്കും. സഭ എന്തല്ല എന്ന് വിവേചിക്കാനും കർത്താവ് നമ്മെ സഹായിക്കും. ഇതിനെല്ലാം വചനത്തിൻ്റെ നല്ല ഗ്രാഹ്യമുണ്ടായിരിക്കണം. ദിനപത്രം വായിച്ചില്ലേലും, ന്യൂസ് കാണാൻ പറ്റിയില്ലേലും, അത്താഴമൊന്നും മുടങ്ങിയാലും ദൈവജനം വായിക്കുന്നതും പഠിക്കുന്നതും മുടങ്ങി പോകരുത്. സ്നേഹത്തോടെ ഞാൻ പറയാം. ഓ മൈ ഗോഡ്, സഭയെക്കുറിച്ചുള്ള ദർശനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിന് അല്ലെങ്കിൽ ഈ മിനിസ്ട്രിക്ക് കർത്താവ് ഒരു വിഷൻ തന്നിട്ടുണ്ട്. ഈ സഭയെക്കുറിച്ചുള്ള ദർശനം, അതുകൂടാതെ സഭയ്ക്കൊരു ഓരോ സഭകൾക്കുമുള്ള വിളി അനുസരിച്ച്, കോളിംഗ് അനുസരിച്ചൊരു വിഷൻ ഉണ്ടായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് തുടക്കകാലത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഈ ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് എനിക്ക് തന്ന വിഷൻ ഇതാണ്: ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്. രൂപാന്തരപ്പെട്ട സമൂഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട സഭയും. ടു പ്രോങ്ഡ് വിഷനാണ്. രണ്ട് കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ എന്തൊക്കെയാണ്? രൂപാന്തരപ്പെട്ട സമൂഹങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ, ദെൻ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സഭ. ഇതാണ് ബ്ലെസ്സിങ് ടുഡേ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ താഴേക്ക് അതിലെ എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർത്ത്, പക്ഷെ മെയിൻ കാര്യം ഇതാണ്. അതിനു വേണ്ടിയാണ് ബ്ലെസ്സിങ് ടുഡേ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതിനു വേണ്ടിയാണ് ബ്ലെസ്സിങ് ടുഡേയിൽ ഏത് പ്രവർത്തനം എടുത്താൽ അതിൻ്റെ ഫോക്കസ് ഇതാണ്. പിന്നെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഈ വിഷനിൽ എത്തിച്ചേരാനുള്ള റൂട്ടാണ് മിഷൻ എന്ന് പറഞ്ഞ ദൗത്യം. ഒരു ദൗത്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ബ്ലെസ്സിങ് ടുഡേക്കുണ്ട്. വെബ്സൈറ്റിൽ നോക്കിയാൽ ഇതെല്ലാം കാണാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അല്പം എൽഡർലി ആയിട്ടുള്ള ഒരു ലേഡി, ആ സഹോദരിക്ക് ആർത്രൈറ്റിസ് വന്നു. സന്ധിവാത, ആമവാദം എന്നൊക്കെ വകഭേദമുള്ള പ്രത്യേകവാദ രോഗം അറിയാലോ. ചിലപ്പോൾ ഈ നക്കിൾസ് ജോയിൻറ്റുകളൊക്കെ അങ്ങ് സ്റ്റിഫായി നീര് വന്ന് വേദനയും, കൈകളൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോവുക, കാല് വിരലുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോവുക, നടക്കാൻ ബുദ്ധിമുട്ട്, തണുപ്പിടിച്ചാൽ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ. ഈ സ്ത്രീ ഉള്ളിലൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഞാൻ എന്നെ തന്നെ വലിച്ച് സഭയിൽ കൊണ്ടെത്തിക്കും. സഭാരാധനകൾ ഞാൻ മുടക്കിയില്ല, കൂട്ടായ്മ മുടക്കിയില്ല. അപ്പോൾ അവർ ഈ രാവിലെ 10 മണിക്കാണ് ആരാധനയെങ്കിൽ ദൂരെ നിന്ന് അവരിങ്ങനെ വരുന്നത് കാണാം. ക്രച്ചസ് ഉപയോഗിച്ച് ഓരോ കാലം ഡ്രാഗ് ചെയ്ത് വലിച്ച് ഇവിടെ ഈ ആംപിറ്റിൻ്റെ അകത്ത് ക്രച്ചസ് വെച്ച് കുത്തി ഒരു തരത്തിൽ സ്റ്റെപ്പുകൾ കയറി സഭയ്ക്കകത്ത് വന്ന് ആ ബോഡി വലിച്ചിഴച്ചു കൊണ്ടുവന്നിടുകയാണ്. ഇത് സൺഡേ ആഫ്റ്റർ സൺഡേ ഓരോ മീറ്റിങ്ങിൽ ഇതുപോലെ ഈ സഹോദരി വരുന്നത് കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, സിസ്റ്ററെ ഇത്രയും ബുദ്ധിമുട്ടി വരണമെന്നുണ്ട്, കർത്താവിന് അറിയാമല്ലോ, വീട്ടിലിരുന്നാലും പ്രാർത്ഥിച്ചാൽ പോരെ, ആരാധിച്ചാൽ പോരെ. വർഷങ്ങൾക്ക് വന്ന ഓൺലൈൻ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമല്ല, പുറത്തെ സംഭവമാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഈ ബോഡി വലിച്ചിഴച്ചുകൂടെ വരുന്നു? അപ്പോൾ അവർ പറഞ്ഞത് രസകരമായ മറുപടി. അവർ പറഞ്ഞു, ആദ്യം തന്നെ എൻ്റെ ഹാർട്ട് ചർച്ച് ഹോളിനകത്തെത്തും. ആദ്യം എൻ്റെ ഹാർട്ട് അങ്ങ് പോവും, ചർച്ച് ഹോളിനകത്തേക്ക് കയറും. പിന്നെ ഈ ഹാർട്ട് ഇരിക്കുന്നിടത്തോട്ട് എൻ്റെ ബോഡിയെ ഈ പിരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കുന്ന അസ്ഥികളൊക്കെ ആയിട്ടുള്ള ഈ ബോഡിയെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. എന്നിട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും.
ഈ സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം, ചർച്ച് ഒരു ഹീലിംഗ് സെൻ്റർ അല്ലേ, ഇത്ര നാൾ വന്നിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയില്ലല്ലോ. കർത്താവിനെ സൗഖ്യമാക്കുന്നില്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഞാൻ തൽക്കാലം ആരാധിക്കുന്നില്ല, ഉള്ളതുപോലെയൊക്കെ വീട്ടിൽ കഴിഞ്ഞോളാം, ബൈബിളൊക്കെ വായിച്ച് ഒരു ആരാധന ഗീതമൊക്കെ പ്ലേ ചെയ്ത് ഞാനങ്ങ് ജീവിച്ചോളാം എന്ന് വേണമെങ്കിൽ അവൾക്ക് തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷെ അവളുടെ തീരുമാനമായിരുന്നു ഇത്. ആദ്യകാലങ്ങളിൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ ഇതുപോലെ തന്നെ ചില സൺഡേകളിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ചർച്ച് മിനിസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സഭയിൽ പങ്കെടുത്തിരുന്ന കാലത്തെ കഥയാണ് പറയുന്നത്. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ജീവിതമില്ല, പക്ഷേ എങ്ങനെയൊക്കെ സൈക്കിളിനായാലും ബൈക്കിനായാലും ബസ്സിൽ കയറിയായാലും ഒരു തരത്തിൽ ഞാൻ ആ സഭയിലേക്ക്, അത് ഇതുപോലെ തന്നെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങണം, പിന്നെ കയറണം. ഒരു കുഴിയിലാണ് ഈ സഭാ ഹാൾ ഇരിക്കുന്നത്. അതിലേക്ക് വലിച്ചുകൊണ്ടുപോയി എന്നെ തന്നെ എത്തിച്ച സമയങ്ങൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ചില ഞായറാഴ്ചകൾ മാത്രം ഞാൻ മുടങ്ങി. അത് ഈ കൺജൈറ്റിവിറ്റിസ് ഉണ്ടല്ലോ, ഈ ചെങ്കണ്ണെന്ന് പറയുന്ന റെഡ് ഐസ്, അത് വന്ന സമയത്ത് വേറെ ആൾക്ക് പടർന്നാലോ എന്ന് പേടിച്ചിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സമയങ്ങളിൽ അല്ലാതെ ഒരു സൺഡേ പോലും ഞാൻ ആരാധന അകാരണമായി ഞാൻ മുടക്കിയിട്ടില്ല. We should have a vision of the church. എന്താണ് ക്രിസ്തുവിൻ്റെ സഭ? ഒത്തിരി പേര് സഭയെ വളരെ ലാഘബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി ഒന്ന്, പണ്ട് ഒരു ദിവസം പറഞ്ഞ പോലെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഞങ്ങളുടെ സഭയിൽ കുറേ പേര് വൈകിയാണ് വരുന്നതെങ്കിലും നേരത്തെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി വളരെ വൈകി വരിക, എല്ലാവരും കൈ ഉയർത്തി അവസാനത്തെ ആ ആരാധനയും കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുക. ആരുമായിട്ടും ബന്ധമില്ല, ആരും ശരിയില്ലെന്നേ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവരാരും ശരിയില്ല, ശുശ്രൂഷകരും ശരിയില്ല, പാസ്റ്റേഴ്സും ശരിയില്ല. ചുമ്മാ ഞാൻ അവിടെ പോയി നിൽക്കുന്നു, പോരുന്നു, ഒരു ബന്ധവും ആരുമായിട്ടുമില്ല. എന്തിനാ നമ്മൾ ഈ പ്രശ്നത്തിന് പോകുന്നത്? ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ പാസീവായി, ആ പാസിവിറ്റി ഉള്ള ഒത്തിരി പേർ, ഇനാക്റ്റീവായിട്ടുള്ള വിശ്വാസികൾ. പക്ഷേ അവർ പറയുന്നത് ജീവനുള്ള കല്ലുകളാണ്, ഒന്നൊന്നോടെ ഒട്ടി. പരിശുദ്ധാത്മാവിനെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനെയുള്ള സഭകൾ ഉളവാകട്ടെ, ഞങ്ങളുടെ എല്ലാ സഭകളും അങ്ങനെയായി മാറട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി സഹായിക്കുന്നതിനായി ഇത് കേൾക്കുന്നവർ സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ പൗലോസും പത്രോസും ശിഷ്യന്മാരും അനേക ദൈവദാസന്മാരും വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തതുപോലെ കർത്താവെ കൊടുക്കുന്ന ആ സ്നേഹത്തിലും തീഷ്ണതയിലും നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ എവിടേക്കോ പഴുപ്പുകളും ഈ ബോയിൽസൊക്കെ വന്ന് പഴുപ്പ് ഉള്ള ചിലരെ, അത് ഉണങ്ങാത്ത ചില മുറിവുകൾ, ഒരു പക്ഷേ ഷുഗർ കൊണ്ട് ഡയബറ്റീസ് കൊണ്ടൊക്കെ ആയിരിക്കാം, ഉണങ്ങാത്ത മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ദുരാത്മാക്കൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ചില പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഭയങ്കരമായ പ്രയാസത്തിലൂടെ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ജീസസ് നെയിം. ആമേൻ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.
me in the